ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമുക്കിന്ന് കോഴത്തുരുത്തിയുടെ ഒരു മോർണിംഗ് വൈബ് കണ്ടാലോ. ഇത് മോർണിംഗ് എന്ന് വെച്ചാൽ ഒരു 10 o'clock ആയി കാണും. ഇപ്പോൾ വേലി ഇറങ്ങിയ ഒരു സമയമാണ്, നല്ല ഇറക്കമുണ്ട്. അപ്പം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വേലിയേറ്റത്തിനെ പറ്റിയും വേലിയിറക്കത്തിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. പുഴയിൽ കക്ക വരുന്നവരാണ് ഞാൻ കണ്ടത്. ഇപ്പോൾ നല്ല വെയിലാണ് കേട്ടോ ഇവിടെ. പിന്നെ മാത്രമല്ല, വേനൽക്കാലം ആയതുകൊണ്ട് നല്ല ഉപ്പുവെള്ളമാണ് ഇപ്പോൾ പുഴയിൽ ഉണ്ടാവുക. ഇത് കണ്ടോ, വെയിൽ ഇറക്കമായതുകൊണ്ട് തന്നെ നമുക്ക് പുഴയുടെ അടിഭാഗമൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മുന്നത്തെ വീഡിയോയിൽ ഈ സ്ഥലത്തൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഇപ്പോൾ ഇവിടെയൊക്കെ വെള്ളം നന്നായി ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തെ കരയിലേക്ക് നമുക്ക് നടന്നിട്ട് പോകാൻ പറ്റും. നമ്മുടെ കാലിൻ്റെ ആ ഒരു കണങ്കാലിൻ്റെ അത്ര വരെ വെള്ളം ഉണ്ടാവത്തുള്ളൂ കേട്ടോ ഈ സമയത്ത്. ഈ ആകാശത്ത് സൂര്യൻ ഉച്ചസ്ഥായിയിൽ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഫുൾ പുഴ, മല, പച്ചപ്പ്, ഹരിതാവും അങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ്. ഇതേ നളിനിയേച്ചിയുടെ പശുവിൻ്റെ കൂടെയുള്ള ഫ്രണ്ടും അവിടെ നിൽപ്പുണ്ട്. അതിന് നമ്മുടെ ഇവിടെ കൊച്ചാന്നാണ് കേട്ടോ പറയുന്നത്. നിങ്ങളെന്താ പറയുന്നത്? എനിക്കൊന്ന് പശു ഉള്ളിടത്ത് എപ്പോഴും ഈ കൊക്കുണ്ടാവും. കാരണം അതിൻ്റെ പുറത്തെ ചെള്ള് അങ്ങനെ എന്തോ പറഞ്ഞൊരു സംഭവമുണ്ട്. അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവതരുന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് രാവിലെ നല്ല സൂര്യനൊക്കെ ഫുൾ ഇതിട്ടേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഫുൾ തെങ്ങും തോപ്പാണ് കേട്ടോ. തെങ്ങും തോപ്പ് ഫുൾ എവിടെ നോക്കിയാലും പച്ചപ്പ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പുഴ, പച്ചപ്പ്, തെങ്ങും തോപ്പ്, മരങ്ങൾ, അതൊക്കെ മാത്രമേ ഇവിടെ ഉള്ളൂ. ഈ പൂവിൻ്റെ പേര് ആർക്കെങ്കിലും അറിയോ? അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഇതിൻ്റെ പേരറിയത്തില്ല. എൻ്റെ വീട്ടിലുള്ള പൂവാണിത്. ഇത് പൂ വിരിഞ്ഞ് ഉണങ്ങി കഴിയുമ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു എതള് പോലെ സംഭവം വരും. അതിന് ഭയങ്കര ഉറപ്പാണ് കേട്ടോ. ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു സംഭവമാണ്. അത് തൊട്ടാൽ മുറിയും. പിന്നെ ഈ പൂവിൻ്റെ പേര് ഗന്ധരാജ് എന്നാണ്. പേര് പോലെ തന്നെ ഇതിന് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. അതായത് നല്ലൊരു സ്മെല്ലാണ്. നമ്മുടെ പാലപ്പൂവൊക്കെ ഇല്ലേ, പാലപ്പൂവിൻ്റെയൊക്കെ ഒരു ആ കൈൻഡ് ഓഫ് സ്മെല്ലാണ് ഇതിന്. ഇത് നിറയെ ഉണ്ടാവും. മഴക്കാലത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, നന്നായിട്ട് ഇത് വിരിഞ്ഞോളും. കുറേ വിരിയും. ഇതൊക്കെ ഏകദേശം വിരിഞ്ഞൊരു 2 ദിവസമൊക്കെ ആയ പൂവാണ്. ഇതൊക്കെ വിരിഞ്ഞിട്ട് അത്രേ ആയിട്ടുള്ളൂ. ഇത് കണ്ടോ, ഇതിൻ്റെ അപ്പുറം കാണുന്നത് വിരിഞ്ഞിട്ടൊരു ഒരാഴ്ചയൊക്കെ ആയി കാണും. പിന്നെ അതിന് അപ്പുറത്ത് കുറച്ചും കൂടി ആയിട്ടുണ്ട്. അപ്പം വിരിയുന്നതിന് ഇത് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ കളറ് മാറിക്കൊണ്ടിരിക്കും. ഇതേ വണ്ടൊക്കെ വന്ന് നൈസായിട്ട് തേൻ കുടിച്ച് പോകുന്നുണ്ട് കേട്ടോ. നല്ല വൈറ്റ് കളറിൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിങ്ങനെ നിറയെ വിരിഞ്ഞിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. മഴക്കാലത്താണ് എനിക്കിത് കൂടുതൽ നന്നായിട്ട് ഉണ്ടാവുന്ന പോലെ തോന്നിയത്. ഇത് പിന്നെ ചെറിയാണ്. എനിക്കറിയത്തില്ല എല്ലാവരുടെ വീട്ടിലും ഇതുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇത് നമുക്ക് ഫസ്റ്റ് ടൈമാണ് ഇത് പൂക്കുന്നത്. ഇതിലൊരു പൂ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 3 days മുന്നേ പൂ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉണങ്ങി വീണിപ്പോൾ ചെറിയ പഴം ഉണ്ടാവാനുള്ള ഒരു തിടുക്കത്തിലാണിത് നിൽക്കുന്നത്. ഇത് ഞാനിവിടെ കാണിച്ചു തരാം. ഇവിടെ ചെറിയ പഴം ഉണ്ടാകുന്നുണ്ട്, ചെറുങ്ങനെ ഉണ്ടാവുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് വിരിയോ എന്നൊന്നും അറിയത്തില്ല. ചെറിയ പഴം ഉണ്ടാവുമോ എന്നൊന്നും അറിയത്തില്ല. ഞാൻ കേട്ടിട്ടുണ്ട് ചെറിപ്പഴം വെറുതെ തിന്നാൻ വേണ്ടി ഭയങ്കര പുളിയാണെന്ന് കേട്ടിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു പഞ്ചസാരയിൽ ഇട്ട് വെച്ച് അങ്ങനെ ആയാൽ മാത്രമേ ഇത് സെറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ടാറ്റാ.